ഹലോ, അപ്പോൾ എല്ലാവർക്കും ലിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ള നമ്മൾ സാധാരണ നാടൻ രീതിയിലുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല നെയ്യപ്പം എന്ന് വെച്ചാൽ ക്രിസ്പിയും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കണം. അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് 4 പീസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഇടയിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. ഒരു കപ്പ് പച്ചരി, 4 പീസ് ശർക്കര, അരക്കപ്പ് വെള്ളം. അപ്പോൾ ഇതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തിട്ട് മാത്രം അരക്കാൻ പാടുള്ളൂ കേട്ടോ. ചൂടോടുകൂടി അരച്ചാൽ മിക്സിയുടെ അടപ്പ് പൊങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് എള്ളെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം എള്ള് ഇപ്പോൾ എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കുറച്ച് ജീരകം, ഒരു നുള്ളു ജീരകം മതി. അതുപോലെ തന്നെ ആവശ്യത്തിന് ഫ്ലേവറിനനുസരിച്ചിട്ട് ഏലക്കായി. അപ്പോൾ ഞാൻ ഇപ്പോൾ പൊടിച്ച ഏലക്കായാണ് ചേർക്കുന്നത്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ്. ഇനി ആവശ്യാനുസരണം നമ്മൾ ശർക്കര പാനി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കണ്ട, നമുക്ക് ആവശ്യത്തിന് ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ അത് അരച്ചിട്ട് വരാം. അപ്പം ഞാൻ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് മുഴുവൻ ശർക്കര പാനിയും ഇവിടെ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തിനാണ് എള്ള് ചേർക്കുന്നത് വെച്ചാൽ പണ്ടത്തെ ഒതൻറ്റിക്, അതായത് പണ്ടത്തെ ആൾക്കാർ ശരിക്കും ട്രഡീഷണൽ ഉണ്ടാക്കുമ്പോൾ ഒരു ഫ്ലേവറിന് എള്ള് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല അരക്കുമ്പോൾ എള്ള് ചേർക്കും. അപ്പോൾ ഇനി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് നെയ്യപ്പം ചൂടുമ്പോൾ ചേർക്കും. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ തരിതരിപ്പോടെ അരച്ചെടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടും. ഭയങ്കര കട്ടിയുള്ള തരിയല്ല, ചെറിയ തരിയായിട്ട് അരിച്ചെടുക്കണം. നമുക്ക് കൈ തൊടുമ്പോൾ ചെറിയ തരി ഉണ്ടാവണം. അപ്പോൾ നമുക്കിതൊരു 5 മണിക്കൂർ മാറ്റി വെക്കാം. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം എന്താ വെച്ചാൽ ചായക്കടിയാണെങ്കിൽ തലേ ദിവസം രാത്രി കുതിർത്ത് വെക്കുക, രാവിലെ അരച്ച് വെക്കുക, എന്നിട്ട് വൈകുന്നേരം നേരെ നമുക്ക് ഇത് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതാണ് ഏറ്റവും സൗകര്യപ്രദമായ രീതി. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 5 മണിക്കൂറിന് ശേഷം ഞാൻ നെയ്യപ്പത്തിൻ്റെ കൂട്ട് എടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചുടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിലും കുറച്ചും കൂടെ ഇത് കുറുകിയിട്ടുണ്ട്. അതിന് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ തന്നെ നേരെ നമ്മൾ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് എള്ള് കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ളൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെയ്യിലാണ് നെയ്യപ്പം ചുട്ടെടുക്കേണ്ടത്. പക്ഷേ അത് വളരെ ചിലവ് കൂടിയ സംഭവമായതുകൊണ്ട് നമുക്ക് ഈ ഓയിലിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ ഇനി നന്നായിട്ട് എണ്ണ ചൂടാവട്ടെ. അപ്പോൾ നമുക്കൊന്ന് എണ്ണ ചൂടായി നോക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് അതിലേക്ക് ഇറ്റിച്ച് കൊടുത്താൽ നമുക്ക് അത് പൊങ്ങി വരുന്നുണ്ട് എണ്ണ. അപ്പോൾ എണ്ണ ചൂടായി. ഇനി നമുക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴിയുള്ള പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എങ്കിൽ ആ നെയ്യപ്പത്തിൻ്റെ ആ ഒരു പൊങ്ങലൊക്കെ നമുക്ക് ശരിക്കൊന്ന് കിട്ടും. അപ്പോൾ ഒരു ടൈമിൽ ഒന്ന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊങ്ങി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എങ്കിലേ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് വെന്ത് കിട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് പിന്നെ നടുവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നതാണ് കറക്റ്റ് നെയ്യപ്പത്തിൻ്റെ ഒരു പാകം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.